4 ദിവസമായിട്ടും നിയന്ത്രണ വിധേയമാക്കാനാകാതെ അമേരിക്കയിൽ ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ. അതിവേഗത്തിൽ വീശുന്ന കാറ്റിൽ തീ കൂടുതലിടങ്ങളിലേക്ക് പടരുകയാണ്. കാട്ടുതീയിൽ മരണം 16ആയി. മാൻഡിലെവിലെ തീ നിയന്ത്രണ വിധേയമാക്കി രക്ഷാപ്രവർത്തകർക്ക് ആശ്വാസമായി. പസഫിക് പാലിസേഡ്സിൽ കാട്ടുതീ കിഴക്കൻ മേഖലയിലേക്ക് പടരാതിരിക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വെള്ളം താഴേക്ക് ഒഴുക്കുകയാണ്. എന്നാൽ മണിക്കൂറിൽ 112 കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന കാറ്റ് സ്ഥിതിഗതികൾ വഷളാക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ബ്രെൻവുഡ്, സാൻ ഫ്രണ്ടാൻഡോ താഴ്വര എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ പേരെ ഒഴിപ്പിക്കും. പസഫിക് പാലിസേഡ്സിൽ മാത്രം ഇതുവരെ 22,000 ഏക്കർ ഭൂമി അഗ്നിക്കിരയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ലോസ് ആഞ്ചലസിൽ നഗരത്തിൽ 4 ദിവസം മുമ്പ് ആരംഭിച്ച കാട്ടുതീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇപ്പോഴും 3 നഗരങ്ങളിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ 37,000 ഏക്കറുകൾ കത്തി നശിച്ചു. പുതുതായി 1,66,000 പേരെ ഒഴിപ്പിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇതുവരെ 12,000-ലധികം വീടുകൾ കത്തിനശിച്ചു. 57,000 കെട്ടിടങ്ങൾക്ക് നിലവിൽ കാട്ടുതീ ഭീഷണിയുണ്ട്. ആയിരക്കണക്കിന് പേർ ഭവനരഹിതരായി. കനത്ത പുക മൂലം ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 15,000 കോടിയിലധികം ഡോളറിന്റെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇൻഷുറൻസ് കമ്പനികൾക്ക് ഫെഡറൽ സഹായം നൽകുമെന്നും ഭവനവായ്പാ തിരിച്ചടവിന് കൂടുതൽ സാവകാശം നൽകുമെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24.